ഈ ദീപാവലി കത്തിക്ക് സ്വന്തം. കത്തിയുടെ ട്രെയിലർ കണ്ട് നിരാശരായവർക്ക് പടം കണ്ട് മതിയാവോളം രസിക്കാം. തുടക്കത്തിൽ അഴകിയ തമിഴ് മകന്റെ കഥയോട് സാമ്യം തോന്നുമെങ്കിലും പിന്നീട് വേറൊരു ലെവലിലാണ് കഥ നീങ്ങുന്നത്. സ്ഥിരം തട്ടുവെളുപ്പൻ ദീപാവലി ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നല്ല സോഷ്യൽ മെസ്സേജ് കൂടി കത്തി നൽകുന്നുണ്ട്. ആദ്യ പകുതിയിൽ കഥ ക്ലച്ച് പിടിക്കാൻ അല്പം സമയമെടുക്കുന്നുണ്ടെങ്കിലും രണ്ടാം പകുതി പിന്നീട് എല്ലാ കുറവുകളും നികത്തുന്നുണ്ട്. അനിരുദ്ധന്റെ BGM തകർപ്പൻ എന്ന് പറയാതെ വയ്യ. വിജയുടെ മാസ് സീൻസിന്റെ ക്രെഡിറ്റ് പകുതിയും അനിരുദ്ധിന്റെ BGMനാണ്. ARM പതിവ് പോലെ എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ചിത്രമെടുക്കുന്നതിൽ വിജയിച്ചു. കത്തിയുടെ സ്റ്റണ്ട് സീൻസും കിടിലൻ തന്നെ. എങ്കിലും വില്ലൻ റോൾ ചെയ്ത നീൽ അധികം വെക്കാതെ ഒതുങ്ങിപ്പോയി. സാമന്തയും പേരിനൊരു നായികയായി മാത്രം ചുരുങ്ങി. ആദ്യ പകുതിയിൽ റൺ ടൈം സ്വല്പം കുറയ്ക്കാമായിരുന്നു. ചുരുക്കത്തിൽ കത്തി കിടിലൻ തന്നെ. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.